എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഇനി വെയിറ്റ് ചെയ്യണോ അതോ മൂവ് ഓൺ ചെയ്യണോ, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇവിടെ 3 പൈൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന, ആകർഷണം തോന്നുന്ന ഒരു പൈൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെ അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. അതിനുശേഷം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ നിങ്ങൾ ഏതൊരു ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ദൈവിക ശക്തിയെ നല്ല രീതിയിൽ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന, ആകർഷണം തോന്നുന്ന ആ ഒരു പൈൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം പൈൽ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു പൈൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ, നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ തീർച്ചയായും ഒരു ഫാമിലി സപ്പോർട്ട് ഇവിടെ കാണുന്നില്ല. അതായത് നിങ്ങളിപ്പോൾ ലവേഴ്സ് ആണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ വളരെയധികം ഇൻറ്റിമേറ്റ് ആണ്, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്, പരസ്പരം പ്രണയമുണ്ട് എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫാമിലി സപ്പോർട്ട് വളരെ കുറവാണ്. മേ ബി ഫിനാൻഷ്യൽ സിറ്റുവേഷനും അത്ര ഒരു നിങ്ങൾക്ക് ഫേവറബിൾ അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു നിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെയോ ഫാമിലി എന്ന് പറയുന്നത് വളരെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയിരിക്കാം, വളരെ ഒരു യാഥാസ്ഥിതിക കുടുംബം. അതായത് ഈ മാമൂലുകളൊക്കെ വളരെ നോക്കുന്ന ആളുകളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു വെച്ചാരാധനയൊക്കെ ഉള്ള വീടുകളായിരിക്കാം, അല്ലെങ്കിൽ വളരെയധികം പാരമ്പര്യത്തെ മുറുക്കെ പിടിക്കുന്ന അല്ലെങ്കിൽ റിച്വൽസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നിഷ്ഠകളൊക്കെ ഫോളോ ചെയ്യുന്ന ഫാമിലി ആയിരിക്കാം നിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെയോ. മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, റിലീജിയൻ ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഒക്കെ ഇവിടെ വളരെ തീവ്രമായിട്ടുണ്ട്. സോ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ 2 പേരും വെയിറ്റ് ചെയ്യുകയാണ്. അതായത് ഫാമിലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫാമിലി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കൺവിൻസ് ആകാൻ വേണ്ടി നിങ്ങൾ 2 കൂട്ടരും, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വെയിറ്റ് ചെയ്യുന്നു എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്ന സോഡിയക് സൈൻസ് മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ജെമിനായി, ലിബ്ര, അക്വേറിയസ്, ലിയോ, ഈ സോഡിയക് സൈൻസ് ആണ് വളരെ സ്ട്രോങ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സോഡിയക് സൈൻസിൽ പെടുന്ന ആളുകളായിരിക്കാം. അതേപോലെ തന്നെ ഇവിടെ വളരെയധികം എഫേർട്ട് നിങ്ങൾ കൊടുക്കണം ഈ ഒരു റിലേഷൻഷിപ്പിന്. മേ ബി വളരെ ഒരു വെയിറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഫാമിലി കൺവിൻസ് ആകാനൊക്കെ അല്പം സ്റ്റബേൺനെസ് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഒരു ഫാമിലി ഒരു സപ്പോർട്ട് ഇവിടെ കുറവായിട്ട് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ വളരെയധികം നിങ്ങൾ കൺവിൻസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോഴെങ്കിലും ഇവിടെ വന്നേക്കാം. മേ ബി നിങ്ങളുടെ ഫാമിലി, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കോ ഫാമിലിയെയും നിങ്ങളെയും മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിൽ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയ അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ വ്യക്തി വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരണമെന്ന് ഈ വ്യക്തി, അതേപോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഫാമിലിയോട് സപ്പോർട്ടോട് കൂടി നിങ്ങൾക്ക് ഒന്നാകണം, അല്ലെങ്കിൽ ഫാമിലിയോട് സപ്പോർട്ടോട് കൂടി നിങ്ങൾക്കിപ്പോൾ മാരേജ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് എന്നാണ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഓക്കെ, സോ വെയിറ്റിംഗ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി തന്നെയാണ് കാണുന്നത്. തീർച്ചയായും അല്പം സമയം ഇവിടെ തീർച്ചയായും കാണുന്നു. അത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതനുസരിച്ചിരിക്കും. നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഒരു ജെന്യൂൻ ആയിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്കും ഈ വ്യക്തിക്കും നല്ല രീതിയിലുള്ള ഒരു സ്ട്രോങ് ബോണ്ടിങ് തന്നെ ഇവിടെ കാണുന്നുണ്ട്. സോ തീർച്ചയായും നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് വേണ്ടി അല്പം സമയം കൂടി വെയിറ്റ് ചെയ്യാം എന്ന് തന്നെയാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, സോ തീർച്ചയായും നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളിലാണ്.
പക്ഷേ ഇവിടെ ഫാമിലി സപ്പോർട്ട് അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് നിങ്ങൾക്ക് അല്പം കൂടുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഇവിടെ ഉണ്ടാകാം. കൺവിൻസ് ചെയ്ത് വരാനൊക്കെ അല്പം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഫാമിലിയെ കൺവിൻസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിട്ടിറങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു എഫേർട്ട് നിങ്ങൾ എടുക്കുക. അതേപോലെ തന്നെ മാരീഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ റീഡിംഗ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയോ വൈഫിന് വേണ്ടിയോ ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, അവരുടെ ഒരു റീയൂണിയന് വേണ്ടി, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു മാരേജ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക്, അതായത് നമ്മുടെ പാരൻസിന് കൊടുക്കേണ്ടുന്ന ഒരു സ്ഥാനം അവർക്കും, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കേണ്ടുന്ന ഒരു സ്ഥാനം അവർക്കും തീർച്ചയായും കൊടുത്തിരിക്കുക. ഇതിപ്പോ എനിക്ക് കാണാൻ സാധിക്കുന്നത്, ഒരാൾക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുമ്പോൾ മറ്റേയാളെ നിങ്ങൾ ഒട്ടും തന്നെ ഒരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ മറ്റേയാൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു മനോഭാവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകുക. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം, എല്ലാവർക്കും അവരുടേതായ ഈക്വൽ ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ കെയർ അല്ലെങ്കിൽ പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം എന്തെങ്കിലും ഒരു തേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങളുടെ ഇടയിൽ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ മറ്റൊരു പേഴ്സണെ, അത് നിങ്ങളുടെ എത്ര പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ പാരന്റ് ആണെന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സിസ്റ്റർ, നിങ്ങളുടെ ബ്രദർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്, അങ്ങനെ ആരായാലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പരമാവധി കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾക്ക് തമ്മിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ തമ്മിൽ പറഞ്ഞ് വളരെ ഒരു സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, വളരെ ഒരു സമാധാനത്തോടെ കൂടി പറഞ്ഞ് നിങ്ങൾ സോൾവ് ആക്കുക. അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറഞ്ഞ്, ചിലപ്പോൾ എന്തെങ്കിലും സീക്രട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ മറ്റൊരു തേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണോട് നിങ്ങൾ പറയുമ്പോൾ അത് ആ വ്യക്തിയെ എത്രത്തോളം ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളോട് വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യമായിരിക്കും അത്. നിങ്ങൾ ഒരു ദേഷ്യം വരുന്ന സമയത്ത് മറ്റൊരു പേഴ്സണോട് പറയുമ്പോൾ, മറ്റൊരു പേഴ്സൺ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം, പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ എപ്പോഴും ഒരു തേർഡ് പേഴ്സൺ ആണ്, അല്ലേ? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളിലുള്ള ആ ഒരു വിശ്വാസത്തെയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. അതായത് ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആറില്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടേതോ ആകാം, അല്ലേ? ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ, നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസത്തെ നിങ്ങൾ എന്തെങ്കിലും ഒരു സാഹചര്യം കാരണം വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരു കാഴ്ച ഇവിടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പാർട്ട്ണർക്ക് കൊടുക്കേണ്ടുന്ന ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഇന്റിമസിയും ആ ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സീക്രട്സും ഒന്നും ഒരു കാരണവശാലും ഒരു സാഹചര്യം കൊണ്ടും മറ്റൊരു പേഴ്സണോട് റിവീൽ ചെയ്യരുത്. നിങ്ങളെ അത്രയും വിശ്വസിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യം ഒരു തേർഡ് ഒരു പേഴ്സണോട് പറഞ്ഞു കഴിയുമ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാകുക എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബോണ്ടിങ് തന്നെയുണ്ട്, നല്ല രീതിയിൽ പ്രണയമുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ടാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുക. ഈ ഒരു പേഴ്സണോട് മനസ്സ് തുറന്ന് നിങ്ങൾ തനിച്ചിരുന്ന് ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് ഇരുന്ന് വളരെ ഒരു കാം അല്ലെങ്കിൽ കൂളായിട്ട് ഇരുന്ന് നിങ്ങൾ വളരെ ഒരു സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഈ വ്യക്തിയുടെ ആ ഒരു ചിന്തകളൊക്കെ വളരെ പോസിറ്റീവായിട്ട് മാറാനും നിങ്ങളുടെ ഈ വ്യക്തിയുടെയും ഇടയിലുള്ള എല്ലാ നെഗറ്റിവിറ്റീസും, എല്ലാ നെഗറ്റീവ് ഒരു എനർജിയും മാറിപ്പോകാനും നിങ്ങൾക്ക് വളരെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് നിങ്ങൾക്ക് കിട്ടാനും നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ വെയിറ്റ് ചെയ്താലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഒരു 75-80 ആളുകൾക്കും തീർച്ചയായും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം കിട്ടും. പക്ഷേ അല്പമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അത് ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, സോ തീർച്ചയായും ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഇൻഡിഫറൻസസ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഈ വ്യക്തിയെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ
അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സീക്രറ്റ്സ് ഒക്കെ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റൊരു പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ വ്യക്തി അത് കേട്ട് വളരെ ഹേർട്ട് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് മാറ്റി തിരുത്തി എന്തെങ്കിലും ഒരു രീതിയിൽ ഈ വ്യക്തിയെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയാൻ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക എന്നാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ, നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത്. അതായത് മെജോറിറ്റി എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ പോയിട്ട് മേ ബി 1 month 2 months ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, സോ കുറച്ചൊരു ലോങ് ഡ്യൂറേഷൻ ആണ് ഇവിടെ കാണുന്നത്. അല്പം കൂടുതൽ സമയത്തേക്ക് നിങ്ങൾ മാറി നിന്നിരുന്ന ആ ഒരു അവസ്ഥയാണ് ഇവിടെ കൂടുതൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ചില ആളുകൾക്ക് മേ ബി എൻഗേജ്ഡ് ആയി പോയ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. മേ ബി മറ്റൊരു റിലേഷൻഷിപ്പിൽ ആയി അങ്ങനെ ഒരു അവസ്ഥയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തോ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നും മാറിക്കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഈ പേഴ്സണ് 2 ഓപ്ഷൻ ഉണ്ടായിട്ടുണ്ടാകാം, നിങ്ങളും അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ. ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഈ പേഴ്സൺ തിരഞ്ഞെടുത്തു. അത് മേ ബി ഈ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ, അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്തോ ഒരു നേട്ടം മുൻനിർത്തി ഈ പേഴ്സൺ ആ ഒരു കാര്യം തിരഞ്ഞെടുത്തു എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ പേഴ്സൺ അല്പമൊക്കെ ഒരു സെൽഫിഷ് മെന്റാലിറ്റി ഉണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു ആത്മാർത്ഥതയെക്കാളേറെ ഈ പേഴ്സണ് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യത്തിന് ഈ പേഴ്സൺ പോയി എന്ന് വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഒരു വൺ സൈഡഡ് ഫീലിംഗ്, വളരെ ഒരു വൺ സൈഡഡ് എനർജി അല്ലെങ്കിൽ വൺ സൈഡഡ് ലവ് ഫീലിംഗ് ആണ് ഇവിടെ കൂടുതൽ കാണുന്നത്. അതായത് നിങ്ങൾ ഈ പേഴ്സണെ ഒരുപാട് സ്നേഹിക്കുന്നു, നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടി എല്ലാം എഫേർട്ടും എടുക്കുന്നു, നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നു, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കാവണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ തിരിച്ച് ഈ പേഴ്സന്റെ അടുത്ത് നിന്നുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ടിന് ബാലൻസ് ആകുന്ന രീതിയിലുള്ള ആ ഒരു ഫീലിംഗ് അവിടെ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എനർജി വളരെ ലോ ആയിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആകുന്നതിന് മുന്നേ ആയിട്ട് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അല്പമൊക്കെ ഒന്ന് വിട്ടു പോകുന്ന അല്ലെങ്കിൽ ഡിറ്റാച്ച് ആകുന്ന ഒരു രീതിയിലൊക്കെ ഈ പേഴ്സൺ പെരുമാറിയിട്ടുണ്ടാകാം. മേ ബി നിങ്ങൾ ഫോൺ വിളിക്കുമ്പോഴൊന്നും എടുക്കാതിരിക്കുക, മേ ബി നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, മേ ബി നിങ്ങളുടെ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ റെഗുലറായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരൊക്കെ ആയിരുന്നു ഫസ്റ്റിലൊക്കെ എങ്കിൽ ഈ പേഴ്സൺ ആ അവസാനം വന്ന ഒരു സമയത്തൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരുന്ന ആ ഒരു സമയത്തിന് മുന്നേ ഒക്കെ അല്പമൊക്കെ ഒന്ന് നമ്മൾ പറയില്ലേ, ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്പമൊക്കെ ഒരു ഉഴപ്പൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ഒരു ഡിറ്റാച്ച്മെന്റ്, നിങ്ങളിൽ നിന്നും വിട്ട് മാറി ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഈ പേഴ്സണിൽ ഒരു ചേഞ്ച്, വളരെ ഒരു മാറ്റം ഈ പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം. ഇവിടെ തീർച്ചയായും ഈ പേഴ്സണ് ഒരു 2 ഓപ്ഷൻസ് ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ കൂടാതെ മറ്റൊരു ഓപ്ഷൻ, അത് എന്താണ് എന്നുള്ളത് ഓരോ പേഴ്സണ് വ്യത്യാസപ്പെട്ടിരിക്കാം. ചിലപ്പോൾ ഒരു മാരേജ് പ്രപ്പോസൽ ഈ പേഴ്സണ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണ് ഗെയിൻ കിട്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക നേട്ടം ഈ പേഴ്സണ് കിട്ടുന്ന എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു കാര്യത്തിലോട്ട് ഈ പേഴ്സൺ പോയി. കാരണം ഈ പേഴ്സന്റെ ഒരു സന്തോഷവും ഈ പേഴ്സന്റെ ഒരു സക്സസിനാണ് കൂടുതൽ വാല്യൂ വെച്ചത്. അതായത് ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവണമെങ്കിൽ 2 പേരും ഒരേ തരത്തിലുള്ള ഒരു എഫേർട്ട് എടുക്കണം, അല്ലേ? തീർച്ചയായും നിങ്ങളുടെ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത്, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ ഒരു എഫേർട്ട്, എനർജി, നിങ്ങളുടെ ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മാറ്റിവെച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തിയതും ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കാവണം എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സൈഡാക്കി മാറ്റി നിർത്തി ഈ പേഴ്സന്റെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ
ഇവിടെ കൂടുതലും ഈ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ ഒരു 75% ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് കൂടുതലും വളരെ ഈ പേഴ്സന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് എന്ത് കാര്യമാണെങ്കിലും, ഇപ്പോൾ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ ആളുകൾ വരെ ഇവിടെയുണ്ട്. ഓക്കെ, സോ ഈ ഒരു പേഴ്സൺ പുതിയ ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി, അല്ലെങ്കിൽ പുതിയ ജോബ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള നേട്ടമൊക്കെ ഈ പേഴ്സണ് പോയി. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കാണപ്പെടുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചിന്തകളൊക്കെ വരുന്നുണ്ടാകാം, പക്ഷേ അതിനേക്കാളേറെ ഈ പേഴ്സൺ ഇപ്പോൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ഈ പേഴ്സന്റെ ഒരു സക്സസിനും ഈ പേഴ്സന്റെ ലൈഫ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യമൊക്കെ ആയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കാണിക്കുമ്പോൾ, നിങ്ങൾക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് തിരിച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് ആണ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ മറ്റേ വ്യക്തി, നിങ്ങളുടെ എതിരുള്ള ആ ഒരു വ്യക്തി ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, എഫേർട്ട് കാണിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന ആ ഒരു മൊമെന്റിൽ നിങ്ങൾ പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരിക്കലും നിൽക്കരുത് എന്നുള്ള വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും എവിടെയാണോ നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ഒരു വാല്യൂ തരുന്നില്ല ആ ഒരു എതിർഭാഗത്തുള്ള ഒരു പേഴ്സൺ എങ്കിൽ, നമ്മളിനി എത്ര ആത്മാർത്ഥത, എത്ര പ്രണയം നമ്മൾ കൊടുത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും, നമ്മൾ ആ വ്യക്തി നമ്മുടെ ജീവനായി കണ്ടിട്ടായിരിക്കും നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ തിരിച്ച് നമുക്ക് ഒരു ചീറ്റിംഗ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറല്ല, നിങ്ങളുടെ ആ ഒരു പ്രണയം ഈ വ്യക്തിക്ക് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ വ്യക്തി ഒട്ടും തന്നെ അതിനൊരു വിലയും തരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, പിന്നെ ഒരിക്കലും അത് വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ആ ഒരു ആളെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിനിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും, നിങ്ങളുടെ വൈഫാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആണെങ്കിലും, ഇനി എത്ര ആഴത്തിലുള്ള ഒരു ബന്ധമാണ് ഈ വ്യക്തിയോട് നിങ്ങൾക്കുള്ളതെങ്കിലും, നിങ്ങളുടെ ആ ഒരു സ്നേഹത്തെയും ഇഷ്ടത്തെയും വേണ്ട രീതിയിലല്ല ഈ വ്യക്തി കണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇനിയും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, തീർച്ചയായും ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പിന്നീട് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണ് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾക്കിത് കുറേ പേർക്ക് കേൾക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒരു പേഴ്സൺ നിങ്ങളെ വാല്യൂ ചെയ്യുന്നില്ല, അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ, വേറൊരു സിറ്റുവേഷൻ അത്രയും ആ പേഴ്സണ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു റീസൺ വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ ഗെയിൻ, അല്ലെങ്കിൽ ആ പേഴ്സന്റെ സെൽഫിഷ്നെസ്സിന് വേണ്ടി, ആ പേഴ്സണ് ഒരു ഉയർച്ച കിട്ടാൻ വേണ്ടി, ഒരു സക്സസിന് വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഈ പേഴ്സൺ മുന്നോട്ട് പോകുകയാണെങ്കിൽ, ആ ഒരു പേഴ്സണ് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണ് കൊടുത്ത ആ ഒരു പ്രണയത്തിനും ആ ഒരു ആത്മാർത്ഥതയ്ക്കും പിന്നെ എന്ത് വാല്യൂ ആണ് ഉള്ളത്? നിങ്ങളെ വെറുതെ ഒരു നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോയിട്ട് പിന്നെയും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളെ ഒട്ടും തന്നെ വെർത്ത് കാണാത്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു റെസ്പെക്റ്റോ ഒരു വാല്യൂ നിങ്ങളുടെ ആ ഒരു പ്രണയത്തിനും നിങ്ങളുടെ ആ ഒരു സമയത്തിനും നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയ്ക്കും ഒട്ടും തന്നെ വില കാണിക്കാത്ത, വില തരാത്ത ഒരു പേഴ്സണിന് വേണ്ടി ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഇഷ്ടങ്ങളെ, നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ ആ ഒരു സന്തോഷങ്ങളെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ നിങ്ങൾ വിഷമിപ്പിച്ച് നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടത് കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം നിങ്ങളിലാണ്. അതായത് ഈ പേഴ്സന്റെ ഒരു സാഹചര്യം ഞാൻ പറഞ്ഞു, തീർച്ചയായും ഒരു 75% ആളുകളും ഇവിടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്
ഈ പേഴ്സൻ്റെതായ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണ് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗെയിൻ കിട്ടും, അല്ലെങ്കിൽ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയ ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഇവിടെ കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ഹാപ്പിനെസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാനുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ ഈ പേഴ്സണിന് വേണ്ടി, ചില ആളുകൾക്ക് ഈ പേഴ്സൺ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള കാര്യത്തിന് നിങ്ങളെ വിട്ടിട്ട് ഈ പേഴ്സണ് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. പക്ഷേ നിങ്ങൾ അത് മാത്രമായിട്ട് ഈ പേഴ്സണെ വെയിറ്റ് ചെയ്യുന്ന, ഈ പേഴ്സന്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല, അല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ഒരു സോൾ പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം നമുക്ക് തന്നിരിക്കുന്നത് പ്രണയം എന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഈശ്വരൻ നമുക്ക് ഈ ഒരു ജീവിതം തന്നിരിക്കുന്നത്. വളരെ കൊച്ചൊരു ജീവിതമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, അല്ലേ? വളരെ ചുരുങ്ങിയ ഒരു കാലയളവ് മാത്രമേ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ ഒരു പ്രണയം, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വരുന്നതും. അതൊരു മഹത്തായ കാര്യം തന്നെയാണ്, അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ലൈഫിലെ ഒരു പർപ്പസ്. അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിനും നമ്മൾ അതിനൊന്നും സമയം കൊടുക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ്, നമുക്ക് എന്തെല്ലാം ഹോബീസ് ഉണ്ടാകാം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്, എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ലഭിക്കാനുണ്ട്, അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ച്, ഈ ഒരു പേഴ്സണെ മാത്രം വിചാരിച്ച്, ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വരണം, എന്ത് തന്നെയാണെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്, മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, എന്ത് കാർമിക് സിറ്റുവേഷൻ ആണ് ഈ വ്യക്തി ഇനിയും എനിക്ക് ടോർച്ചർ മാത്രമേ തരുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ ഈ പേഴ്സണെ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഒരു വാല്യൂം തരാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സമയവും, നിങ്ങൾ ടൈമും, നിങ്ങൾ എല്ലാം, നിങ്ങളുടെ ഒരു ഹാപ്പിനെസ്സും നിങ്ങൾ ചിന്തിക്കാതെ, ഒരു സന്തോഷവും നോക്കാതെ ഈ വ്യക്തിയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഓക്കെ, സോ ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു. ഈ വ്യക്തി തിരിച്ചു വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വ്യക്തി ഒരു കാർമിക് സിറ്റുവേഷൻ ആണ്, ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് ഈ വ്യക്തി പോയതെങ്കിൽ ഈ വ്യക്തി കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരുന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റുന്നത് വെറും ഒരു 30% മാത്രമേ അങ്ങനെ ഉള്ള ആളുകൾ ഇവിടെ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ ഈ വ്യക്തി, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷൻ ആയിട്ട് മാറിപ്പോയ ഒരു പേഴ്സൺ ആണെങ്കിൽ ആ വ്യക്തി ഹീലായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് വന്ന് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരികയുള്ളൂ. അല്ലാതെ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സും നിങ്ങളെ തന്നെ നിങ്ങൾ പഴിച്ചുകൊണ്ട് ഈ വ്യക്തിയെ ഇങ്ങനെ വിഷമത്തോടു കൂടി മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളെ ആദ്യം സ്നേഹിക്കുക, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ആ ഒരു ഒരു നേച്ചറിനെ, നിങ്ങളിലുള്ള പോസിറ്റിവിറ്റി, നെഗറ്റിവിറ്റി എന്ത് തന്നെയാണ് നിങ്ങളിലുള്ളതെങ്കിലും നിങ്ങളെ ആത്മാർത്ഥമായിട്ട്, നിങ്ങൾ ജെന്യുവിൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളോട് സ്നേഹമില്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് എങ്ങനെയാണ് നിങ്ങളെ ഇഷ്ടപ്പെടാൻ സാധിക്കുക? അപ്പോൾ തീർച്ചയായും നിങ്ങൾ നിങ്ങളെ വാല്യൂ ചെയ്ത്, നിങ്ങളെ സ്നേഹിച്ച്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ പോകരുത് എന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ്. എത്ര പണം കൊടുത്തും നമുക്ക് മേടിക്കാൻ പറ്റാത്ത ഒരു കാര്യം സമയം മാത്രമാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടുന്ന നിങ്ങളുടെ കാര്യം, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ഈ വ്യക്തി ഒരു കാർമിക് സിറ്റുവേഷനിലാണ് പെട്ടുപോയതെങ്കിൽ തീർച്ചയായും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ച് മാനിഫെസ്റ്റ് ചെയ്യുക, ഈ വ്യക്തി നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് സംഭവിക്കുന്നതെങ്കിൽ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. ഏറ്റവും ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ ലൈഫിൽ വരാൻ വേണ്ടി അത്തരത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാതെ എന്ത് കാര്യമാണെങ്കിലും, ഈ പേഴ്സൺ ഇനി വന്നാൽ എനിക്ക് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വരട്ടെ, ഇനി എന്ത് തന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ചാലും ഞാനത് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ പേഴ്സൺ
ഇപ്പോൾ നിങ്ങളുടെ കാർമിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരുന്നു നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എങ്കിൽ ആ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ തീർന്ന സമയത്തായിരിക്കും ഈ പേഴ്സൺ മൂവ് ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ നിങ്ങൾ വീണ്ടും ഈ ഒരു കാർമിക് പേഴ്സണെ തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവ്നെസ്സും ഉണ്ടാകാതെ വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ ആ ഒരു കാലചക്രത്തിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങൾക്കൊരു പോസിറ്റീവ്നെസ് വരില്ല. ഈ ഒരു കാർമിക് ആയിട്ടുള്ള പാർട്ട്ണർ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ സോൾമേറ്റ് ആണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി നല്ലതേ വരികയുള്ളൂ എന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ എന്ത് തന്നെയാണെങ്കിലും ഈ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടണം എന്ന് കരുതി ഒരിക്കലും ദയവ് ചെയ്ത് പ്രാർത്ഥിക്കാതിരിക്കുക. കാരണം നമ്മൾ തന്നെ ഒരു നെഗറ്റിവിറ്റിയെ നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യരുത്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈശ്വരനായിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റിയതാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കൊണ്ട് വീണ്ടും ഈ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ അത് ഇടവരുത്തും. ഓക്കെ, സോ തീർച്ചയായും ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സണെ തന്നെ വേണം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഒരു ട്രൂ സോൾമേറ്റ് ആണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു റീസൺ കാരണമാണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ഉയർച്ചയും സക്സസും പ്രോസ്പെറിറ്റിയും മാത്രമാണ് ഉണ്ടാവുക, നല്ലൊരു ലൈഫാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് അങ്ങനെ വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണോ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള ഒരു കാര്യത്തിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഒരു 30% മാത്രമേ ഉള്ളൂ എന്ന് വളരെ ഒരു വിഷമത്തോടെ എനിക്ക് പറയാൻ തോന്നുന്നു. മേ ബി ഒരു 30% ആളുകൾക്ക് മാത്രമേ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരികയുള്ളൂ. ഓക്കെ, ബാക്കി ഒരു 70% ആളുകളും നിങ്ങൾ തീർച്ചയായും മൂവ് ഓൺ ചെയ്യുക എന്ന് തന്നെയാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാൻ തോന്നുന്നത്. അതായത് നിങ്ങളെ ഒരു തരത്തിലും വാല്യൂ ചെയ്യാത്ത ഈ ഒരു പേഴ്സണിന് വേണ്ടി എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആ ഒരു എഫേർട്ടും നിങ്ങളുടെ സന്തോഷങ്ങളും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞ് നിങ്ങളുടെ സമയം പാഴാക്കുന്നത്? ഓക്കെ, സോ തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. ഈ ഒരു സമയം നിങ്ങളെ കടന്നു പോകും. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ നിന്നും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും ഈ പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു പേഴ്സണെ ഈശ്വരൻ എടുത്തു മാറ്റിയിട്ടുണ്ടാകുക. അപ്പോൾ റോങ് ആയിട്ടുള്ള കാര്യം ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യരുത് എന്ന് വീണ്ടും നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ദി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം മാത്രം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പേഴ്സൺ വന്നതുകൊണ്ട് നല്ലതാണെങ്കിൽ മാത്രം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് അങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടുന്നത്. ഇതിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫിലെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചതും ഒക്കെ നിങ്ങളാണ്. മറ്റൊരു പേഴ്സണും ഇനിയിപ്പോൾ എത്ര നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ആണെങ്കിലും, ഇപ്പോൾ ഫാമിലിയാണ്, നിങ്ങളുടെ പാരൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സിന്റെ വേദന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ മറ്റൊരു വ്യക്തിക്ക് അതേ ഒരു സെൻസോട് കൂടി ഒരിക്കലും അനുഭവിക്കാൻ കഴിയില്ല, അല്ലെ? നിങ്ങൾ അനുഭവിച്ചത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള ആ ഒരു വിഷമങ്ങളും ആ ഒരു പ്രശ്നങ്ങളും ഒക്കെ മറ്റൊരു പേഴ്സണ് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ആ ഒരു പേഴ്സൺ അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചത് നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ. നിങ്ങൾക്ക് നല്ലത് കിട്ടണം എന്ന് കരുതി നിങ്ങൾ മുന്നോട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ റീഡിംഗ്. മൂന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ, നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ ഒരുപാട് കോംപ്രമൈസ് ഇഷ്യൂസ് ഉണ്ട്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ പ്രണയമൊക്കെ ഉണ്ട്, വളരെ ഇഷ്ടമാണ് നിങ്ങൾക്ക് തമ്മിൽ. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരു മത്സര ബുദ്ധി ഇവിടെ കാണുന്നുണ്ട്. അതായത് എന്തോ ഒരു എസ്കേപ്പിസം, ഒരു ഒഴിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ. വേണോ വേണ്ടയോ എന്നാ മാറിയേക്കാം, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ. വേണമെങ്കിൽ മതി, അങ്ങനെ ഒരു
രണ്ട് മനസ്സായിട്ട്, ഇപ്പോൾ നിങ്ങളാണെങ്കിലും അതെ, ഈ ഒരു പേഴ്സൺ ആണെങ്കിലും അതെ, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ദേഷ്യം വരും. ഈ ഒരു പേഴ്സൺ മിക്കവാറും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് രണ്ടുപേരും തുല്യരായിട്ട് നിൽക്കുകയാണ്, ഒരാളും താഴ്ന്നു കൊടുക്കില്ല. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇഷ്യൂ വന്ന, ഒരു ഫൈറ്റൊക്കെ നടന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം എന്ന് നമ്മൾ പറയില്ലേ, രണ്ടുപേരും തുല്യരായിട്ട് പറയുകയാണ്. അല്ലാതെ ഒരാളൊന്ന് താഴ്ന്നു കൊടുത്ത് മറ്റേയാൾക്ക് ഒരാളോട് ഒരു മാപ്പ് പറയുകയോ അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും ഒരു രീതിയിൽ താഴ്ന്നു കൊടുക്കാൻ രണ്ടുപേരും തയ്യാറല്ല എന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരാൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ആള് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു ദേഷ്യം വന്നിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് മറ്റേ പേഴ്സൺ പിന്നെ ദേഷ്യപ്പെടും. അതായത് ഒരാൾ ദേഷ്യപ്പെടുന്ന സാഹചര്യത്തിൽ അയാളുടെ ആ ഒരു സമയത്തെ ഒരു ദേഷ്യം കൊണ്ടാണ് ബ്ലോക്ക് ചെയ്തത്, അല്ലെങ്കിൽ അയാൾ വന്ന് സോറി പറയാനുള്ള ഒരു തയ്യാറെടുപ്പിലിരിക്കുമ്പോൾ മറ്റേ ഒരു പേഴ്സൺ വളരെ ഓപ്പൺ ഹാർട്ടോട് കൂടി അല്ലെങ്കിൽ വളരെ പോസിറ്റീവ്നെസ്സോട് കൂടി ആ ഒരു സോറി അല്ലെങ്കിൽ ആ ഒരു മാപ്പ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലൈഫ് മുന്നോട്ടുള്ളൂ, അല്ലേ? അല്ലാതെ ഒരാൾ ബ്ലോക്ക് ചെയ്തു, കുറച്ച് കഴിയുമ്പോൾ അയാൾ ബ്ലോക്ക് മാറ്റി അയാൾ പിന്നെയും നിങ്ങളുടെ അടുത്ത് വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ വരുന്നു. ആ സമയത്ത് നിങ്ങൾ മുഖം വീർപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ ദേഷ്യം കാണിക്കുന്നു, പിന്നെ മറ്റേയാൾ പിന്നെയും ദേഷ്യം കാണിക്കുന്നു. അങ്ങനെ ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എത്ര പ്രണയമുണ്ടെങ്കിലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ ആദ്യം രണ്ടുപേരും ചെയ്യേണ്ടുന്നത് വളരെ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ തമ്മിൽ വേണം. നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടുന്ന സാഹചര്യം വന്നു കഴിയുമ്പോൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ ഈ പേഴ്സണെ ക്ഷമിച്ചു, ഈ പേഴ്സണോട് ക്ഷമിച്ചു, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് ക്ഷമിച്ചു എന്ന് കണ്ടതുകൊണ്ട് ഒരിക്കലും നിങ്ങളോ ഈ പേഴ്സണോ ചെറുതാകാൻ പോകുന്നില്ല. ഒരാൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് കഴിയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ വന്ന് മാപ്പ് പറയുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് എങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്, അല്ലേ? നിങ്ങളുടെ ഒരു നല്ല റിലേഷൻഷിപ്പിന്റെ ഒരു ഭാവിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ അയാൾ വന്ന് മാപ്പ് പറയട്ടെ, അയാൾ വന്ന് മാപ്പ് പറഞ്ഞിട്ട് പിന്നെയും നിങ്ങൾ എന്തിനാണ് പിന്നെയും പണ്ടത്തെ ഒരു കാര്യം പറഞ്ഞു, എന്തിനാണ് അന്ന് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് അങ്ങനെ എന്നെ ബ്ലോക്ക് ചെയ്തു, എന്നോട് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ ബ്ലോക്ക് ചെയ്തത്, ഇനി ഇങ്ങനെ ചെയ്യില്ലേ, അങ്ങനെ പറഞ്ഞ് പിന്നെയും പ്രശ്നം വഷളാക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ പിന്നെ നിങ്ങളെ വന്ന് കോണ്ടാക്ട് ചെയ്യുന്നു ഇല്ല. അപ്പോൾ തീർച്ചയായും പിന്നെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു സമാധാനവും കിട്ടൂല, ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. പ്രണയം എന്നുള്ള കാര്യം ഒരു ഭാഗം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫൈറ്റിംഗ് ആയിരിക്കും എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ തീർച്ചയായും രണ്ട് രീതിയിലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുക. നിങ്ങളാണെങ്കിലും അതെ, ഈ ഒരു പേഴ്സൺ ആണെങ്കിലും അതെ, ഒരാൾ ആദ്യം തുടക്കമിടുക. ഇപ്പോൾ നിങ്ങളുടെ ഈ പേഴ്സണും നിങ്ങൾ മാറി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്കത് കുഴപ്പമില്ല, വലിയ ഇഷ്യൂസ് അല്ല നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മാപ്പ് പറയാവുന്നതാണ്, അല്ലേ? അതിലൊരിക്കലും നിങ്ങളൊരു കുറച്ചിൽ വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ചിലപ്പോൾ ആ ഒരു മാപ്പ് പറച്ചിലിൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നിങ്ങൾ വീണ്ടും യൂണിയൻ ആകാനുള്ള എല്ലാ ചാൻസസും ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരു ഗുരുതരമായ ഒരു തെറ്റല്ല ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒരു മാപ്പ് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് മാപ്പ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ തീർച്ചയായും ഇവിടെ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യേണ്ടെന്ന കാര്യമുണ്ട്. രണ്ടുപേരും നല്ല രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. രണ്ട് ഭാഗത്തും, അതായത് നിങ്ങൾക്കും അതെ നിങ്ങളുടെ പേഴ്സണും അതെ, ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടെന്ന ആവശ്യമൊന്നും ഇവിടെ കാണുന്നില്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും മനസ്സ് വെച്ചാൽ തീരാവുന്ന ഒരു ഇഷ്യൂ മാത്രമാണ് ഇവിടെ ഉള്ളത് എന്നാണ് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ കിട്ടുന്ന സോഡിയക് സൈൻസ് ഞാനൊന്ന് പറയാം. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഏരിസ്, ലിയോ, സജിറ്റേറിയസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ചില നമ്പേഴ്സ് 1, 10, 19, 55, 37 എന്നുള്ള നമ്പേഴ്സ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ഇത് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഏജ്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചിലപ്പോൾ മീറ്റ് ചെയ്ത ഒരു ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആനിവേഴ്സറി ആയിരിക്കാം. ചിലപ്പോൾ 55, 555 ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാകാം. ഓക്കെ, സോ തീർച്ചയായും
നിങ്ങളുടെ പേഴ്സൺ, ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ്, ഒരു ട്രൂ സോൾമേറ്റ് എനർജിയാണ് എനിക്ക് കൂടുതൽ ഇവിടെ കിട്ടുന്നത്. സോ തീർച്ചയായും നിങ്ങൾ തമ്മിൽ ഒരു ട്വിൻ ഫ്ലെയിം ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എനർജി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ തീർച്ചയായും നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ അല്പം കുറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഇഷ്യൂ ആണ് നിങ്ങൾ തമ്മിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്ന പക്ഷം നിങ്ങൾ ഈ പേഴ്സണെ അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ഒരു ഓപ്പൺ മൈൻഡോട് കൂടി ഈ പേഴ്സണെ നിങ്ങൾ വളരെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി വെൽക്കം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ തിരിച്ച് ഒരിക്കലും ഈ പേഴ്സണോട് വീണ്ടും നിങ്ങളൊരു ദുർമുഖം കാണിക്കരുത്. ഒരു ദേഷ്യം പിന്നെയും നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് മാറും. കാരണം നിങ്ങൾ തുല്യ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു ആളുകളാണ് എന്നാണ് എനിക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. ഇതൊരു ജനറലൈസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് നിങ്ങൾ എടുക്കേണ്ടുന്നത്. അല്ലാതെ മറ്റൊരു പേഴ്സൺ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് റീഡിങ്ങിലൂടെ അഡ്വൈസോ അല്ലെങ്കിൽ ഗൈഡൻസ് നമ്മുടെ ഒരു എനർജി സ്റ്റാറ്റസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്ത് പോസിറ്റീവ്നെസ് കിട്ടി എന്ന് വേണം നിങ്ങൾ കരുതാൻ വേണ്ടി. നിങ്ങൾക്ക് ആ കിട്ടുന്ന പോസിറ്റീവ്നെസ് നിങ്ങൾ തന്നെ അസസ് ചെയ്യുക. അതിൽ എത്രമാത്രം നിങ്ങൾക്ക് എടുക്കാനുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് തള്ളിക്കളയാനുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നെല്ലാം ഇതിൽ നിന്നും നിങ്ങൾക്കൊരു ചെറിയൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തോട്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളാണ് അത് ബിൽഡപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളാണ് അത് ചിന്തിച്ച് ശരിയായ ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്നത്. ഓക്കെ, സോ നല്ല രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. വളരെ ഒരു മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും വീണ്ടും ഞാൻ പറയുകയാണ്, മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് തന്നെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യരുത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുക, നമുക്ക് ദി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലൈഫിലേക്ക് കിട്ടണം അല്ലെങ്കിൽ കിട്ടിയിരിക്കും അങ്ങനെ വിചാരിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മുടെ ട്രൂ സോൾമേറ്റിനെ നമുക്ക് ലൈഫിൽ കിട്ടി എന്ന് കരുതി അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക. അല്ലാതെ നിങ്ങൾക്ക് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സോൾമേറ്റിനെ ഒരിക്കലും നിങ്ങൾ ആകർഷിക്കരുത് നിങ്ങളുടെ ലൈഫിലേക്ക്. അതിനു വേണ്ടി ആ ഒരു കാര്യം വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കാരണം നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഒരു പവർ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ നിരന്തരമായ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസും ഒക്കെ ആ ഒരു ഫലം കണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും ചിലപ്പോൾ ഈശ്വരനായിട്ട് മാറ്റിയ ഒരു പേഴ്സൺ ആണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവറും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയും കൊണ്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും വന്ന് നിങ്ങൾക്ക് ലൈഫ് ഒന്നും കൂടി ദുരിതമാകാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് ട്രൂ ആയിട്ടുള്ള ഒരു സോൾമേറ്റ് ഏറ്റവും ദി ബെസ്റ്റ് എൻ്റെ ലൈഫിൽ കിട്ടണം എന്ന് കരുതി പ്രാർത്ഥിക്കുക. ദി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെ വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങൾ ചിന്തിക്കുക.